നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവം. MBA പരീക്ഷ വീണ്ടും നടത്തും. ഏപ്രിൽ 7-നാണ് പരീക്ഷ നടക്കുക. ചുമതലയുണ്ടായിരുന്ന അധ്യാപകനെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് ഡീബാർ ചെയ്യും. സർവകലാശാലയ്ക്കും അധ്യാപകനും വീഴ്ച പറ്റിയെന്ന് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അതേസമയം വീണ്ടും പരീക്ഷ എന്ന തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഇന്ന് VCയുടെ നേതൃത്വത്തിൽ പരീക്ഷാ കൺട്രോളർ, രജിസ്ട്രാർ എന്നിവരുടെ യോഗം നടന്നിരുന്നു. അതിനുശേഷം ഉപസമിതി യോഗവും ചേർന്നതിനു ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. ഷഹബാസ് കൊലക്കേസ്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ മാറ്റി. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്നും രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന തടസ്സവാദം ഷഹബാസിന്റെ പിതാവ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു. ഇതോടെയാണ് ഹർജി പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിയത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നേരത്തെ ജാമ്യഹർജി തള്ളിയതോടെയാണ് കുറ്റാരോപിതർ ജില്ലാ കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ടയിൽ 14-കാരി നദിയിൽ ചാടി മരിച്ച സംഭവം. അയൽവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ട വലഞ്ചുഴിയിൽ 14 വയസ്സുകാരി നദിയിൽ ചാടി മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. അയൽവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് അടൂർ സ്വദേശിനി ആവണി പുഴയിൽ ചാടി മരിച്ചത്. ആവണി മാതാപിതാക്കളോടും സഹോദരനോടുമൊപ്പം ഉത്സവം കാണാനെത്തുകയും അവിടെ വെച്ച് അയൽവാസിയായ ശരത്ത് ആവണിയുടെ പിതാവുമായും സഹോദരനുമായും അടിപിടി നടത്തുകയുമായിരുന്നു. ഇത് കണ്ട മനോവിഷമത്തിൽ ആവണി പാലത്തിൽ നിന്നും നദിയിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ശരത്ത് മകളെ ശല്യം ചെയ്തിരുന്നുവെന്നും ഇക്കാര്യം വാർഡ് മെമ്പറോട് പറഞ്ഞിരുന്നുവെന്നും ആവണിയുടെ പിതാവ് പ്രകാശ് പറഞ്ഞു. കോട്ടയത്ത് 6 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം പാല ഇടപ്പാടിയിൽ 6 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. എടപ്പാടി അഞ്ചാനിക്കൽ സോണി ജോസഫിന്റെയും മഞ്ജു സോണിയുടെയും മകൾ ജുവാന സോണിയാണ് മരിച്ചത്. 6 വയസ്സായിരുന്നു. കുട്ടി ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കുഴഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കും. എമ്പുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. BJP നേതാവിന്റെ സസ്പെൻഷൻ. എമ്പുരാനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ തൃശൂരിലെ BJP നേതാവ് വിജീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തൃശൂർ ജില്ലാ നേതൃത്വമാണ് സസ്പെൻഡ് ചെയ്തത്. സിനിമയിൽ മതവിദ്വേഷ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹർജി നൽകിയതെന്ന് വിജീഷ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ചിത്രത്തിലെ പ്രധാന രംഗങ്ങൾ മുറിച്ചുമാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.